കാതോട് കാതോരത്തിലെ പാട്ട് കുഞ്ചാക്കോ ഉപയോഗിക്കുമ്പോഴും കുഞ്ചാക്കോയ്ക്ക് സാർ ഒത്തിരി പാട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ചാക്കോയെ ഇത്രയും സ്റ്റാർ ആക്കിയതിൽ സാറിന്റെ പാട്ടുകൾക്ക് ഒരു പങ്കുണ്ട്. അതും കുഞ്ചാക്കോ ജനിച്ചത് തന്നെ അനീതി പ്രാവിലൂടെയാണ്. അതെ അല്ലേ? അതെ. അതിൽ ഒരു രാജമല്ലി ഇപ്പോഴും നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു എന്താ പറയാ, ഒരു ന്യൂജൻ പാട്ടായിരുന്നു. ഇല്ലേ, ന്യൂജൻ ബൈക്കൊക്കെ അതിനകത്ത് ഒരു രാജമല്ലി. അതിന്റെ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ന്യൂജൻ പാട്ടാണ്, ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ ന്യൂജൻ ആണത്. ഇന്നത്തെ കാലത്തും അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഓർക്കസ്ട്രേഷൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളങ്ങനെ ഒരു ഒരു എന്ന് പറഞ്ഞിട്ട് തവലയും വെച്ച് വായിക്കാവുന്നതാണല്ലോ ആ പാട്ട്. എന്താ കുഴപ്പം? നല്ലൊരു ട്യൂണ്, നല്ല ലിറിക്സാണ്. ഒരു തത്താരീരി, അത് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ടോണിൽ കീബോർഡിൽ വായിച്ചിരിക്കുക. അപ്പം അത് പക്ഷെ അത് ഓഫ് കോഴ്സ് ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു. അത് ഐ എം സോ ലക്കി. അതിനെ പടം കൂടി സപ്പോർട്ട് ചെയ്തു. നല്ലൊരു പടം വന്നു. അതിൽ നല്ല പിക്ചറൈസേഷൻ, ഫാസിൽ സാറിൻ്റെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് എല്ലാം കൂടിയായപ്പോൾ അത് തകർത്തു. ഓപ്രിയയും ഹിറ്റാണ്. ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ ഫീൽ ഉണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ പടം ഹിറ്റാക്കിയത് ഓപ്രിയയാണ്. ഓപ്രിയ വാസ് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ അന്ന് ഒരു രാജമല്ലി അത്ര അങ്ങോട്ട് ആയിട്ടില്ല. കാരണം അന്ന് ആ ഒരു മെലഡിയും അവരുടെ പടത്തിന്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓപ്രിയയാണ്. കാരണം മൊത്തത്തിലൊരു വിരഹത്തിന്റെ ഫീലാണ് പടത്തിന്റെ ക്ലൈമാക്സ് വരയ്ക്കും. അല്ലേ, ക്ലൈമാക്സിലാണ് സംഭവം തളിർത്തത്. അതുവരയ്ക്കും പ്രശ്നമാണ്. അതിന് ഏറ്റവും പറ്റിയ പാട്ട് ഓപ്രിയാണ്. ആ പടത്തിന്റെ കഥ നമ്മളിൽ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടൊരു വൈബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഓപ്രിയ. പക്ഷേ പിന്നീട് കാലം കഴിഞ്ഞു, പടത്തിൻ്റെ സബ്ജക്റ്റ് മാറി, ആൾക്കാരതൊക്കെ മറന്നു, പടം പഴയതായി. ഒരു രാജമല്ലി വരുന്നു. അത് ഇപ്പോഴത്തെ കാലത്തിന് പറ്റിയ ഒരു പാട്ടാണ്. ബൈക്കിലൊക്കെ പോകുമ്പോൾ പിന്നെ അതിനൊരു ഫാൻസി ഉണ്ടല്ലോ. കുറച്ച് പഴയതായാലും അതൊരു പുതിയതായിട്ട് വീണ്ടും പാടുന്നതിൻ്റെ ഒരു സുഖം. അന്നത്തെ ഒരു വലിയ സ്റ്റാറിനെ ആദ്യത്തെ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ കുറച്ച് മനോഹരമായ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത് ഭയങ്കര ബിഗ് സ്റ്റാർ ആയിട്ട് മാറിയിട്ടുള്ളതാണ് നമ്മുടെ ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിലിന്റെ ഫാസിൽ സാറിന്റെ സിനിമയില് ഞാനത് ആരെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഒരാളെ വളർത്തിയില്ല. ഞാൻ ചിന്തിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഫഹദിനെ കുറിച്ചിട്ട് ഒരിക്കലും ചിന്തിച്ചില്ല. നോക്കുമ്പോ ശരിയാണല്ലോ, ഇന്ന് സൂപ്പർ സ്റ്റാർ ആണ്. പൂവേ ഒരു മഴമുത്തം, നല്ല പാട്ട്, കവിളിൽ പറഞ്ഞു. അത് ഭയങ്കര രസം. പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ. അവിടെ നല്ല എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ട്. അതിൽ വേറൊരു പാട്ടും കൂടെ ഉണ്ട് സാറേ അതേപോലെ ഹിറ്റ് ആയിട്ടുള്ള, വസന്തരാവിൻ കിളിവാതിൽ. വിജയശ്വാസിന്റെ തുടക്കത്തിലുള്ള പാട്ടുകളിൽ പെട്ട പാട്ടാണ്. പിന്നെ അതിൽ ഗോകുലത്തിൽ താമസിക്കും ഗോപപാലൻ എന്ന് പറഞ്ഞ പാട്ട്. ഇത് ശരിക്കും പറഞ്ഞൊരു തുണ്ടുപാട്ടാണ്. പക്ഷെ അത് ആ പാട്ട് നമ്മളതിൻ്റെ ഓർക്കസ്ട്രേഷനിലോട് കൂടിയിട്ട് അത് പാടിയിരിക്കുന്നത് കേൾക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സുഖം, ഭയങ്കര സുഖം കേൾക്കാൻ. അതെ, ഈ വസന്തരാവിൽ തുടങ്ങിയിരിക്കുന്ന ഭയങ്കര രസമാണ്. ആ പിച്ചിങ്ങില്ലേ, അതെനിക്ക് അതുണ്ടോ അതിന് മുമ്പ്? ആ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞ ബിറ്റ് വരും. ആ ഋതം വന്നിട്ട് വസന്തരാവിൻ എളിവാതിൽ തുറന്നതാരാണോ. ഭയങ്കര രസമുള്ളൊരു നല്ല വരികളും നല്ല ഇതാണ്. അതുപോലെ പിന്നെ പടം വിചാരിച്ച മാതിരി അങ്ങോട്ട് സക്സസ് ആയില്ല. കാരണം നമ്മൾ ആ അനീതി പ്രൊവൊക്കെ കിടന്നിട്ട് ഭയങ്കര ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ട് വരുന്ന ഒരു പടമാകുമ്പോൾ ജനങ്ങളെപ്പോഴും ഒരു ചെറിയ കമ്പാരിസൺ കമ്പയർ ചെയ്ത് എവിടേക്കോ പിഴച്ചു താളം തെറ്റിയ ഒരു പടമായിരുന്നു. അല്ലെങ്കിൽ നല്ല പടമായിട്ട് വേണം, നല്ല പടമായി ഹിറ്റായിരുന്നെങ്കിൽ ഈ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു.
സർ ഫെസ്റ്റിവൽ സോങ്സിലേക്ക് വരുമ്പോൾ ഷിബുചേട്ടൻ്റെ പേരാണ് എനിക്ക് ആദ്യം പറയാൻ തോന്നുക. കാരണം ഈ തീരം തേടുവോളവും പിച്ചകപ്പൂവും കാവുകൾക്കപ്പുറം, അതേപോലെ അതിൽ തന്നെ അന്തിപ്പൊൻവട്ടം, ഇങ്ങനെ ഒത്തിരി പാട്ടുകൾ വന്നിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒത്തിരി പാട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ കണ്ടാച്ചിരിക്കാത്ത കക്കറുമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപൂവേ കരൽ കണ്ടു, അത് ഭയങ്കര അതിൻ്റെ ഒരു താളമല്ലേ, അങ്ങനെ പോകുന്നില്ലേ. ഇത് മേക്ക് ചെയ്യുമ്പോൾ സമയത്ത് സാറിൻ്റെ ഉള്ളിൽ ഇതേ തരത്തിലുള്ള ഹർഷമായിരിക്കും. നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പോഴും ആഗ്രഹിച്ച് ഇങ്ങനെ പാടില്ലേ, അതേ ഹർഷം സാറിന് അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാവുമോ? ഉണ്ടാക്കണ നേരത്തെ ഉണ്ടാവില്ല. ഉണ്ടാക്കണ നേരത്തെ നമ്മളെങ്ങനെ മറ്റുള്ളവരെ അത് ഇത് ഉണ്ടാക്കണം, മറ്റുള്ളവരിൽ എങ്ങനെ അത് ചലനം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇത് കേൾക്കുമല്ലോ റീപ്ലേ, അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. ഭയങ്കരമായിട്ട് കുറച്ച് ദിവസം അത് തന്നെ കേട്ടുകൊണ്ടിരിക്കും. ഹെഡ്ഫോണിലാണ്, വാക്ക്മാനിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇത് നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കും. പിന്നെ അത് മറക്കും കുറച്ച് കഴിയുമ്പോൾ. ഈ പ്രിയദർശൻ സാറ് പിന്നെ ഈ ഷിബു ചേട്ടൻ ഒരു കോംബോ ഉണ്ട്, ഔസേപ്പച്ചൻ സാറ്. ആ പടങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഒരു രസമാണ്, ഒരു ഇളക്കം ഉണ്ടാവണം ഈ പാട്ടുകൾക്കൊക്കെ ഇന്നുണ്ട്. ഇപ്പം അതിൻ്റെ സിറ്റുവേഷൻസ് പറയുമ്പോൾ തന്നെ ഒരു മെലഡിയും ഉണ്ടാവും. പ്രിയദർശൻ സാർ ഭയങ്കരമായിട്ട് പാട്ടുകളെ ആസ്വദിക്കാൻ കൺസീവ് ചെയ്യുന്ന ഒരാളാണ്. അതിന് ഭയങ്കരമായിട്ട് സജഷൻസ് പുഷ് ചെയ്ത് തന്നെ ചിലപ്പോൾ ചില സജഷൻസ് വരും, ചിലപ്പോൾ ചില റെഫറൻസ് വരും. ആ ഒരു കോംബോ ഇല്ലേ, കോംബോയിൽ കുറേ പാട്ടുകളുണ്ട്. അതിനെ പറ്റിയിട്ടൊന്ന് പറയൂ സാർ. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വന്ദനം, മറ്റേ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, പിന്നെ മുത്തശ്ശി കഥ, മേഘം ചെയ്തിട്ടുണ്ട്, അക്കരെ ചെയ്തു. അക്കരയിലാണ് കുറച്ച് ജിബ്രിഷ് പോലെ സാധനങ്ങൾ. അത് ശരിക്കും ഇൻസ്പയറിംഗ് ആയിരുന്നു അല്ലേ സാർ അത് എടുത്തത്? അത് ഇൻസ്പയറിംഗ് ആകുന്നില്ല. അന്ന് ബേസ് ഗിറ്റാറിസ്റ്റാ അത് പാടിയ ആള്. അത് ഹീസ് ഒറിജിനൽ കെനിയൻ, ജോജോ എന്ന് പറയും. അപ്പോൾ ജോജോ എൻ്റെ കൂടെ അന്ന് ഗിറ്റാർ വായിച്ചിരുന്ന എൻ്റെ കൂടെ എൻ്റെ വെരി ഗുഡ് ക്ലോസ് ഫ്രണ്ട്. ഞങ്ങൾ അത്ര അടുപ്പ്. കാരണം എൻ്റെ ആദ്യകാലത്തെ കാതോരം തൊട്ട് എൻ്റെ കൂടെ കമ്പോസിങ്ങിന് ഗിറ്റാറിസ്റ്റായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജോൺ ആൻ്റണി എന്ന് പറയും. വൺ ഓഫ് ദ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് ഇൻ ഇന്ത്യ. ബേസ് ഗിറ്റാർ വായിക്കുന്ന ജോജോ ഉണ്ട്. അപ്പം ഞാൻ വെറുതെ ചുമ്മാ ഇത് ആരും പറഞ്ഞൊന്നുമില്ല കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണം. ഇതുവരെയല്ല ഞാൻ ഏതാണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഞാൻ പാടി. അപ്പൊ നല്ല രസമാണ് സൗണ്ടിങ്. ഇപ്പൊ ഇങ്ങനെയല്ല, ഇതിപ്പോ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് ഒറിജിനൽ അറിയാവുന്നതുകൊണ്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ച് തെറ്റിപ്പാടുന്ന അങ്ങനെ ഒരു സാധനം പാടി. അപ്പൊ അത് പ്രിയന് വലിയ ഇഷ്ടമായി. ഇത് കൊള്ളാം. അപ്പൊ ഇത് നമുക്ക് ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് ഡിഫറെന്റ് ഒരാളെ അങ്ങനെ ഇപ്പോൾ മുമ്പിൽ ആളിരിക്കുന്നുണ്ട്, ഇത് ബേസ് ഗിറ്റാർ. പുള്ളിയോട് ഇതിന് നീ വല്ല വരികളും നിങ്ങളുടെ ഭാഷയിലേക്ക് there is a meaning for that. It's not വെറും ജിബ്രീഷ് അല്ല അത്, ഒറിജിനൽ മീനിങ് ഉള്ളതാണ്. അതിന് അർത്ഥമുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അടി കിട്ടും. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് ജോജോനോട് ചോദിക്കണം, അയാൾ പറ്റും പോയി. അപ്പൊ ജോജോ അത് ഉണ്ടാക്കി പാടി. അത് പ്രിയന് ഭയങ്കര ഇഷ്ടമായി. പുള്ളീനെ തന്നെ വെച്ചിട്ട് അത് പിക്ചറൈസ് ചെയ്യുകയും ചെയ്തു. വിഷ്വലി ചെയ്ത് പുള്ളിയാണ് അത് പാടുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യവനകഥയിൽ നിന്ന് വന്ന ഇടയ കന്യക എന്ന് പറയുന്ന പാട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഇപ്പം ഇത്രയും താളമുള്ള രസമുള്ള പാട്ടുകൾ ഉണ്ടാക്കുമ്പോഴും ഇപ്പോൾ കവിളിനയിൽ പോലെയുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ആൾക്കാരെ രസിപ്പിക്കുന്ന പാട്ട് ഉണ്ടാക്കുമ്പോഴും ഈ യവനകഥയിൽ ഒരുപാട് കാലം എക്സിസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് അത്രയും നന്നാവാനുള്ള കാരണം എന്താണെന്ന് അത് നന്നായി പോയി. നമ്മുടെ കയ്യിലല്ലല്ലോ അത്. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു വിധി അതാണ്. പിന്നെ ഷിബു ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ചർച്ചയുണ്ടല്ലോ, ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബുവിൻ്റെ കൂടെ ഷിബുവിൻ്റെ വരികളിലേക്ക് ഞാനും വളരെയധികം ശ്രദ്ധിച്ച് ഇങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. അതേപോലെ എൻ്റെ ട്യൂണിലും ഷിബുവിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാട് വരും. അങ്ങനെയുള്ള ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു എന്താ പറയുക, ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇത് വരുന്നത്. ആൻഡ് അത് വളരെ സ്നേഹബന്ധത്തോട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നല്ലത്. അപ്പം അതുകൊണ്ടൊക്കെ ആ പാട്ടുകളൊക്കെ നന്നായി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.